എ സം ഓഫ് മണി അല്ലെ വിൽ ബി ഡബിൾഡ്. ഡബിൾ എന്ന് പറയുമ്പോൾ ട്വൈസ്, രണ്ടിരട്ടിയായിട്ട് മാറും. ഇറ്റ് സെൽഫ് ഇൻ 8 years. സോ ഞാൻ തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 വർഷം കഴിയുമ്പോൾ അത് അതിന്റെ ഡബിൾ ആയിട്ട് മാറും. ഓക്കെ, അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹൗ മെനി ഇയേഴ്സ് ദ സം വിൽ ബി ട്രിപ്പിൾഡ്. അങ്ങനെയാണെങ്കിൽ അതിന് 3 ഇരട്ടിയായിട്ട് മാറാൻ വേണ്ടി എത്ര വർഷം എടുക്കും? ഇതേ പാറ്റേണിൽ വേറെ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളിതിന് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു തുക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ 10 years കഴിയുമ്പോൾ അത് ഡബിൾ ആയിട്ട് മാറും. സോ ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ടു ട്രിപ്പിൾ ദ എമൗണ്ട്. എമൗണ്ട് ട്രിപ്പിൾ ആകാൻ വേണ്ടി എത്ര വർഷം എടുക്കും എന്നുള്ള കേസ് വന്നിട്ടുണ്ട്. സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ഇക്വേഷന്റെ പിന്നാലെ പോകണ്ട, പിക്ചറൈസ് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. എക്സ് എന്ന് പറയുന്ന ഒരു തുകയെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഡബിൾ ആയിട്ട് മാറും. എത്ര വർഷം കഴിയുമ്പോൾ? 8 വർഷം. സോ എക്സ് എന്ന് പറയുന്ന തുക 8 വർഷം കഴിയുമ്പോൾ ഡബിൾ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2x. അപ്പൊ എക്സ് എങ്ങനെ 2x ആയിട്ട് മാറി? എക്സ് എങ്ങനെ 2x ആയിട്ട് മാറി? എക്സിന്റെ കൂടെ ഒരു എക്സ് കൂടെ വന്നു അല്ലേ? സോ ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന തുക ഇൻട്രസ്റ്റ് ആയിട്ട്, ഇത് ഇൻട്രസ്റ്റ് ആണല്ലോ, അല്ലാതെ വേറെ ആരും പുതിയതായിട്ട് വരുന്നില്ലല്ലോ. സോ എക്സ് എന്ന് പറയുന്ന ഒരു തുക ഇൻട്രസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി 8 വർഷം എടുത്തു. ഓക്കെ, സോ വീണ്ടും ഒരു 8 വർഷം കൂടെ കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ, അപ്പൊ എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് തന്നെയല്ലേ കയറി വരിക. വീണ്ടും ഒരു എക്സ് കയറി വരും. സോ 2x + x അത് എത്രയായിട്ട് മാറും? 3x ആയിട്ട് മാറും. ഇനി നമ്മൾ ഇതിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സ് എന്ന് പറയുന്ന ഒരു തുക അതിന്റെ 3 ഇരട്ടി അല്ലെ, 3 times ആയില്ലേ. എക്സിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3x. അതിന്റെ 3 ഇരട്ടിയായിട്ട് മാറാൻ വേണ്ടി എത്ര വർഷം എടുത്തു? 8 അല്ലെ, 8 വർഷം പ്ലസ് വീണ്ടും 8 വർഷം. സോ ദാറ്റ് ഈസ് 16 years. സോ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ അല്ലേ. സോ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. സോ ഫൈനൽ ആൻസർ ഈസ് 16 years. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കോൺസെപ്റ്റ് ചെറുതായിട്ടൊന്നും അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.